ലോകം മുഴുവനും ക്രിസ്മസിനോട് അനുബന്ധിച്ച് കഴിക്കുന്ന രുചികരമായ വിഭവമാണ് കേക്ക്. ഒരു പീസ് കേക്ക് വായിലേക്ക് വെച്ച് രുചിക്കുമ്പോൾ ആരുടെ മുഖത്തും ഒരു പുഞ്ചിരി തെളിയും. കേക്കുകൾക്ക് പല വെറൈറ്റികളുണ്ട്. ക്രിസ്മസിന് കൂടുതൽ ആളുകളും വാങ്ങുന്നത് പ്ലം കേക്ക്, മാർബിൾ കേക്ക്, പൈനാപ്പിൾ കേക്ക്, ക്യാരറ്റ് കേക്ക്, ഡേറ്റ്സ് കേക്ക് തുടങ്ങിയവയാണ്. ഇതുകൂടാതെ പേസ്ട്രി കേക്കുകളുടെ വലിയ വൈവിധ്യം തന്നെയുണ്ട്. കേക്കിനെ വെറും ഒരു മധുര പലഹാരമായി കാണുവാൻ കഴിയില്ല. ആഹാരങ്ങളുടെ ചരിത്രത്തിൽ വലിയ കഥ പറയുവാൻ കേക്കിനുണ്ട്. അതിനായി കുറച്ചു കാലം പിന്നിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്ന ക്രിസ്മസിന് മധുരം പങ്കിടുവാനായി വ്യാപകമായി ഉപയോഗിക്കുന്ന കേക്ക് തയ്യാറാക്കുവാൻ തുടങ്ങിയത് യേശുവിന്റെ കാലത്തല്ല. എന്നാൽ ആ കാലത്ത് തന്നെ റോമ പട്ടാളക്കാർ എനർജി ബാറുകളായി ഉപയോഗിച്ച ഒരു ഭക്ഷണമാണ് പിന്നീട് കേക്കിലേക്കുള്ള വഴി തെളിയിച്ചത്. ബാർലിയും തേനും ബദാം, കപ്പലണ്ടി, ഉണക്കമുന്തിരി, ഈന്തപ്പഴം മുതലായ ഡ്രൈഡ് ഫ്രൂട്ട്സും ചേർത്ത് ഇളക്കി ചൂടാക്കിയെടുക്കുന്ന ഒരു എനർജി ബാർ റോമൻ പട്ടാളക്കാർക്ക് നൽകുമായിരുന്നു. യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ വൃത്താകൃതിയിലുള്ള ഈ എനർജി ബാർ ഇവർ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി ആണ് കഴിച്ചിരുന്നത്. ഇന്ന് നാം കാണുന്ന മാവ് ചേർത്തുണ്ടാക്കുന്ന കേക്കിലേക്ക് ഈ എനർജി ബാർ ചെന്നെത്തിയത് മധ്യകാല യൂറോപ്പിലാണ്. എന്നാൽ അതിനു മുൻപ് 12ാം നൂറ്റാണ്ട് കാലയളവിൽ പ്ലം പോട്ടേജ് എന്ന ഒരു വിഭവമാണ് അവർ ആദ്യം തയ്യാറാക്കിയത്. ഇത് വളരെ കട്ടിയുള്ള ഒരു സൂപ്പായിരുന്നു. ഓട്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധാന്യം, കുരുവില്ലാത്ത ഉണക്കുമുന്തിരി, കറുവാപ്പട്ട, ജാതിക്ക, തേൻ അല്ലെങ്കിൽ വൈൻ ആയിരുന്നു ഇതിലെ പ്രധാന ചേരുവകൾ. ക്രിസ്മസിന് ആഴ്ചകൾ മുൻപ് തന്നെ ഈ വിഭവം തയ്യാറാക്കുമായിരുന്നു. ഒരു ഫാസ്റ്റിംഗിന് ശേഷം കട്ടിയുള്ള ആഹാരം കഴിക്കുന്നതിന് മുൻപ് വയറിന് സുഖം നൽകുവാനാണ് ഈ സൂപ്പ് ഉപയോഗിച്ചത്. ആ കാലത്ത് ഇംഗ്ലീഷിൽ പ്ലം എന്ന് ഉപയോഗിച്ചത് നാം ഇന്ന് കാണുന്ന ഫ്രഷ് പ്ലമ്മിനെ ആയിരുന്നില്ല, ഉണക്കമുന്തിരിയെയാണ് പ്ലം എന്ന് പറഞ്ഞിരുന്നത്. 16ാം നൂറ്റാണ്ട് മുതൽ 17ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തിന് ഇടയിലാണ് കേക്കിനൊരു രൂപം കൈവരിച്ചത്. ധാന്യത്തിന്റെ പൊടി, ബട്ടർ, പഞ്ചസാര എന്നിവ പഴയ പ്ലം പോട്ടേജിനൊപ്പം ചേർത്ത് ഇളക്കി എന്നിട്ട് കൃത്യമായ രൂപത്തിലേക്ക് എത്തിക്കുവാൻ ബേക്ക് ചെയ്തു. അന്ന് ഇത്തരത്തിലുള്ള ബേക്ക് ചെയ്ത കേക്ക് തയ്യാറാക്കിയിരുന്നത് ധനികരായ വീട്ടുകാരാണ്. സാധാരണ ആളുകൾ തിളപ്പിച്ച സൂപ്പ് രൂപത്തിൽ തന്നെയാണ് കഴിച്ചിരുന്നത്. കേക്കിനുള്ളിൽ ചേർക്കുന്ന 3 സുഗന്ധ വ്യഞ്ജനങ്ങളായ കറുവാപ്പട്ട, ഗ്രാമ്പു, ജാതിക്ക എന്നിവ യേശുക്രിസ്തുവിന്റെ ജന്മത്തിങ്കൽ കിഴക്ക് നിന്നെത്തിയ വിദ്വാൻമാർ സമ്മാനിച്ച സുഗന്ധദ്രവ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. 18ാം നൂറ്റാണ്ടിലാണ് കേക്കിന് മുകളിൽ പഞ്ചസാര ലായനി ഒഴിക്കുവാനും ട്യൂട്ടി ഫ്രൂട്ടി പോലുള്ള സാധനങ്ങൾ വയ്ക്കാനും തുടങ്ങിയത്. 18ാം നൂറ്റാണ്ടിൽ എലിസബത്ത് റാഫേൽ എന്ന എഴുത്തുകാരിയുടെ പുസ്തകത്തിലാണ് ഈ കേക്കിന്റെ ഏറ്റവും പഴയ റെസിപ്പി കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇത് ഇംഗ്ലീഷുകാരുടെ ഐക്കോണിക് ക്രിസ്മസ് കേക്കായി മാറി. ഉണക്കിയ പഴങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും ചേർക്കുന്നതിനൊപ്പം റം ഉൾപ്പെടെ ചേർക്കുവാൻ ഈ കാലത്ത് ആരംഭിച്ചു. ഈ കേക്ക് ലോകമെമ്പാടും വ്യാപിച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യം വ്യാപിച്ചതോടെയാണ്. കടലുകൾ കടന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം വിസ്തൃതി നേടിയപ്പോൾ കോളനികളിൽ ഉള്ള കുടുംബാംഗങ്ങൾക്ക് ക്രിസ്മസ് സാധനങ്ങൾ അയച്ചു നൽകുമായിരുന്നു. ഇതോടെ ഈ സ്ഥലങ്ങളിലെല്ലാം പ്രാദേശിക ബേക്കർമാർ ഉണ്ടാവുകയും ഇത് തയ്യാറാക്കുന്ന വിധം അവർ പഠിക്കുകയും ചെയ്തു. പല രാജ്യങ്ങളിലും അവരുടേതായ വ്യത്യസ്ത ശൈലികൾ കേക്കിൽ പ്രകടമാകുവാനും തുടങ്ങി. വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചുള്ള പേസ്ട്രി കേക്ക് ജപ്പാനിലാണ് ഉണ്ടായത്. അവർ മൃദുവായ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുകയും അതിനു മീതെ വിപ്പിംഗ് ക്രീം തേക്കുകയും സ്ട്രോബെറി വെക്കുകയും ചെയ്തു. ഇത് 20ാം നൂറ്റാണ്ടിൽ വലിയ പ്രചാരം നേടി. നോർത്ത് അമേരിക്കയിൽ വലിയ തോതിൽ പഴവർഗ്ഗങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള കേക്കാണ് സ്വീകാര്യം നേടിയത്. പ്രത്യേക അവസരങ്ങളിൽ ആളുകൾ ഈ ഫ്രൂട്ട് കേക്ക് കൈമാറുന്നത് പാരമ്പര്യ രീതിയാണ്. ഇന്ത്യയിലുമുണ്ട് ഓരോ സ്ഥലങ്ങൾക്കും അവസരങ്ങൾക്കും അനുസരിച്ചുള്ള വ്യത്യസ്തമായ കേക്കുകൾ. അതിലൊന്നാണ് അലഹബാദി കേക്ക്. റമ്മും പ്രാദേശിക ചേരുവകളും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു കേക്കാണിത്. കേരളത്തിലെ കേക്കിന്റെ കഥ പറയുമ്പോൾ 1883 മഡ്രോച്ച് ബ്രൗൺ എന്ന ഒരു ബ്രിട്ടീഷ് പ്ലാന്ററാണ് തലശ്ശേരിയിലേക്ക് ഒരു റിച്ച് പ്ലം കേക്ക് കൊണ്ടുവന്നത്. കേരളത്തിൽ ഇത് കൊണ്ടുവന്ന അദ്ദേഹം ഇവിടെയുള്ള ബേക്കേഴ്സിനോട് അതേപോലെയുള്ളത് തയ്യാറാക്കുവാൻ ആവശ്യപ്പെട്ടു. മാമ്പള്ളി ബാപ്പു എന്ന ഒരു ബേക്കർ നമ്മുടെ ഇവിടെയുള്ള ചേരുവകളൊക്കെ ചേർത്ത് ഒരു കേക്ക് തയ്യാറാക്കി. ഇത് കേരളത്തിൽ വലിയ സ്വീകാര്യം നേടി. അങ്ങനെ ഇപ്പോൾ ഓരോ ക്രിസ്മസിനും നാം കേക്ക് നുണയുകയാണ്. ഇനി നിങ്ങൾ ഒരു കേക്ക് പീസ് കഴിക്കുമ്പോൾ ഇതുവരെ കഴിച്ച പോലെ ആയിരിക്കില്ല കഴിക്കുന്നത്. ഇതിനു മുൻപ് കേക്ക് കഴിച്ചപ്പോൾ നാവിൽ തടഞ്ഞ ഉണക്കമുന്തിരിയെയും ഈന്തപ്പഴത്തെയും പല്ലിനിടയിൽ ഞെരിഞ്ഞമർന്ന ചെറിയ ഗ്രാമ്പു അല്ലെങ്കിൽ കറുവാപ്പട്ട കഷ്ണങ്ങളെയും വെറുതെ ഇറക്കി വിട്ടെങ്കിൽ ഇനി കേക്ക് കഴിക്കുമ്പോൾ തടയുന്ന ഓരോ രുചിക്കും ഓരോ കഥയും അതിനു പിന്നിലെ ചരിത്രവും നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്. അപ്പോൾ കേക്കിന്റെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ പ്രത്യേക ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. തിരികെ എനിക്കുള്ള ആശംസകൾ ലൈക്കായും കമന്റുകളായും നൽകുക. ഇനി നിങ്ങൾ ഒരു കേക്ക് പീസ്